അപ്പോൾ നമ്മൾ മുമ്പൊരു സിസ്റ്റം കോപ്പി ചെയ്യാനായിട്ട് ഡേറ്റ മാനേജ്മെൻറ്റിന് മാത്രമായിട്ടൊരു സിസ്റ്റം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തൽക്കാലം നമ്മളെടുത്താണ് ഓഫീസിനും കാര്യങ്ങൾക്കായിട്ട് ഒരു കംപ്ലയിൻറ്റ് വന്നപ്പോൾ വന്നത്. അപ്പോൾ നമ്മളിൽ ഇപ്പം ബോർഡുണ്ട്, SMPS ഉണ്ട്, ക്യാബിനറ്റ് ഉണ്ട്, എയർ കൂളർ ഉണ്ട്, എല്ലാം ഇരിപ്പുണ്ട് സാധനം. നമ്മൾ കാരണം അപ്ഗ്രേഡ് ചെയ്തപ്പം അതെല്ലാം ബാക്കി വന്നു. പിന്നെ ഒരു SSD ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാം ഇരിപ്പുണ്ട്, ഒരു സിസ്റ്റം സെറ്റ് ചെയ്യാനുള്ള സാധനം എല്ലാം ഉണ്ട്. അപ്പം പിന്നെ ഒരു ചെറിയൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറിയ ക്യാബിനറ്റാണ്. ഇതിലിരുന്ന SMPSന് ചെറിയ പ്രശ്നമുണ്ട്. ഇതായിരുന്നു ഇതിലിരുന്ന SMPS. ഇത് കുറഞ്ഞ SMPS ആണ്. ഒന്ന്, അതിൻ്റെ സൗണ്ട് ഭയങ്കര കൂടുതൽ എന്ന് വെച്ചാൽ ഫാൻ കൺട്രോൾ ആവുന്നില്ല. ഫാൻ ഫുൾ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫാൻ എന്തോ വൈബ്രേഷനുണ്ട്. അത് നമുക്ക് സെർവറായിട്ട് യൂസ് ചെയ്യാനായിട്ട് സേഫ് അല്ല. ഇത് EVM എന്ന് പറഞ്ഞ സാധനം. നമ്മുടെ ഡീപ്പ് കൂളിൻ്റെ ഗോൾഡ് അല്ല, ബ്രോൺസ് ആണെന്ന് തോന്നുന്നു. എന്നാലും പവർ എഫിഷ്യൻ്റ് ആണ്. അപ്പം നമുക്ക് ലോങ് റണ്ണൊക്കെ ചെയ്യാനുള്ളതിന് ബ്രോൺസൊക്കെ ഇല്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ്. അപ്പം ബ്രോൺസ് സാധനം ഉണ്ട് നമ്മളെ. അപ്പം അത് ഇരിക്കൂല സാധാരണ. ഈ ചെറിയ അത് ചെറുതിൽ വയ്ക്കേണ്ടതല്ല, വലിയ നമ്മളെ ക്യാബിനറ്റ് വയ്ക്കേണ്ടതാണ്. പക്ഷേ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്. സ്ക്രൂസ് അലൈൻ ആവുന്നുണ്ട് ആക്ച്വലി. അപ്പോൾ അതൊന്ന് വച്ച് സെറ്റ് ചെയ്ത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പിയിങ്ങിനും നമുക്ക് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കുകൾ കുറച്ചുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പം മൊത്തം നെറ്റ്വർക്കാണ്. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ മെയിൻ സിസ്റ്റത്തിലാണ് അത് കണക്ട് ചെയ്തേക്കുന്നത്. മുമ്പ് അത് ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇവിടുത്തെ സിസ്റ്റത്തിലാണത് വച്ചിരുന്നത്. ഒന്ന്, ഇത് കേബിൾസിൻ്റെ എണ്ണമൊക്കെ കൂടുതലാണ്, മറ്റു കണക്കല്ല. കുറച്ച് കേബിൾസൊക്കെ സൈസും ഒക്കെ കൂടുതലാണ്. കാരണം 450 വാട്ട്സ് ആണ് ഇത് വരുന്നത്. മറ്റതും 450 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് എനിക്ക് 350 ആയിരിക്കും. 350 450 എന്നൊക്കെ പറഞ്ഞാണ് വരുന്നത്. പക്ഷേ അത് ആക്ച്വലി കിട്ടത്തില്ല. നമുക്ക് നോർമൽ ക്യാബിനറ്റ് പ്ലസ് ഇത് ചേർത്ത് വരുന്ന സാധനത്തിൽ സത്യത്തിൽ പറഞ്ഞാൽ കിട്ടത്തില്ല. അപ്പോൾ ഇത് ക്യാബിനറ്റ് ചെറുതാണ്. പക്ഷേ എയർ ഫ്ലോ നമുക്ക് ഫാൻ ഇവിടെ വയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. 2 ഫാനും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് വാങ്ങിച്ച് വച്ചു കൊടുക്കണം. സെർവറാണ് ഇവിടെ കാണിച്ചു. ഇവിടെ 2 കൂടെ എക്സ്ട്രാ എനിക്ക് തോന്നുന്നു 360 mm ഫാന്, 120 mm ഫാന് വയ്ക്കാൻ പറ്റും. ഇപ്പോൾ 240 2 വയ്ക്കാൻ പറ്റും. 240 2 വയ്ക്കാനുള്ളത്. ഫ്രണ്ട് മെഷൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ചെറുതാണെങ്കിലും ഇനി ഒരൊറ്റ വിഷയം കൂടെ ഉള്ളൂ. ഇതിൻ്റെ ക്യാബിനറ്റ് മദർ ബോർഡുള്ള ഗ്യാപ്പ്. MSIയുടെ ബോർഡാണ് നമ്മൾ. MSIയുടെ ബോർഡല്ല, നമ്മൾ MSIയുടെ ബോർഡാണ് മറ്റേതിൽ വെച്ചിരുന്നത്. അപ്പോൾ ഇത് വർക്ക് ആവണം. ഇത് സീറ്റും കൂടെ ആയാൽ രക്ഷപ്പെട്ടു. ഇത് സീറ്റ് ആയില്ലെങ്കിൽ തേഞ്ഞു. സക്സസ്. നമുക്ക് സിസ്റ്റം ഇതിലിരിക്കും. അപ്പോൾ ഇതിലിപ്പോൾ കിടക്കുന്നത് എനിക്ക് തോന്നുന്നു 8 GB RAM ആണ്. 8 GB ആണ്. 1600 Hz ആണ്. DDR3 ആണ്. നമുക്ക് കോപ്പിയിങ്ങിന് മാത്രം മതി. ഇതും 1600 ആണ്. ഇതിൽ നമുക്ക് 2 വരും. ഒന്ന് 8 ലൈൻ വരുന്നതുകൊണ്ട് 16 ലൈൻ വരുന്നത്. നമുക്ക് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ടുള്ള 16 ലൈൻ ഉള്ളത് ഇടാം. അത് കുറച്ചും കൂടി ഫാസ്റ്ററും ആണ്. സ്പീഡ് കുറവാണ്. 1333 ഉള്ളൂ. ഒരു സ്ലോട്ട് ആയിരിക്കും ഫസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതലുള്ളതാണ് ബെറ്റർ. ഇതാണ് ഞാൻ നോക്കിയത്. ഇല്ലെങ്കിൽ ചില സമയത്ത് രണ്ടാമത്തതും അത്രേ എടുക്കുകയുള്ളൂ. അതായത് 2 കൂടെ ചേർന്ന് 8 കാണിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ റാം ഒരു തൽക്കാലം മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് കൂളർ വച്ചതിന് ശേഷം റാം തിരിച്ച് യൂസ് ചെയ്യാം. അതായിരിക്കും എളുപ്പം. നമ്മൾ ഇതിൻ്റെ ബ്രാക്കറ്റ് ആൾറെഡി വച്ചിട്ടുണ്ടായിരുന്നു. കൂളറിൻ്റെ ബ്രാക്കറ്റ് ആൾറെഡി ഫിക്സ് ചെയ്ത് നമ്മൾ ഇതിൽ 8 പിന്നുള്ള ഓപ്ഷൻ കാണും. നമുക്ക് 8 പിൻ്റെ ആവശ്യമില്ല. ഇവിടെ 8 പിന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിനോട് കമ്പൈൻ ചെയ്താണ് യൂസ് ചെയ്യാനുള്ളത്. പക്ഷെ നമുക്ക് വേണ്ട, 4 പിന്നിൻ്റെ ആവശ്യം ഇതിലുള്ളൂ. ചെറിയ പവർ എടുക്കുകയുള്ളൂ. ഇതുകൊണ്ടാണ് റാം ഊരി. അതുകൊണ്ട് കറക്റ്റ് സീറ്റിംഗ് ആണ്. ജസ്റ്റ് മിനി ITXോ ETXോ ആണ്. എനിക്ക് മറന്നുപോയി. മിനി സീരീസിലുള്ള ബോർഡാണത്. എന്തായാലും അത്രയ്ക്കുള്ള സ്പേസ് ഇതിൽ വരുള്ളൂ. 12 midnight. സാധാരണ നമുക്ക് കൂടിയ ഇതിലൊക്കെ ഇത് താഴെയാണ് വരുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് എയർ എടുത്തോളൂ. അത് SMPSനുള്ള എയർ ഫ്രഷ് എയർ വലിച്ച് തണുപ്പിച്ചങ്ങ് വെളിയിൽ പോകും. ഇതുവഴി എക്സോസ്റ്റ് പോകും. അങ്ങനെയാണ് സാധാരണ. അകത്തോട്ട് SMPSൻ്റെ എയർ അകത്തോട്ട് കയറേയില്ല. പക്ഷെ ഇതിൻ്റെ പ്രശ്നം നമുക്ക് അകത്തുനിന്നാണ് എടുക്കേണ്ടത് എയർ. അപ്പോൾ ഇതിൽ ഫാൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. പിന്നെ ഇവിടെ ഒരെണ്ണം കൂടെ വെച്ചെടുക്കുമ്പം ഇതിൽ നിന്നുള്ള ചൂട് എയർ ഒരു പരിധി വരെ ഇതിന് സഹിതം കളയും. അല്ലെങ്കിൽ ആ ചൂട് എയർ ആയിരിക്കും നമ്മളെ SMPSലോട്ട് പോകുന്നത്. പിന്നെ നമുക്ക് അത്രയും പവർ ഇല്ലാത്തത് കൊണ്ട് വലിയ വിഷയമില്ല. എന്നാലും നമുക്ക് ലോങ് റൺ കണ്ടിന്യൂസ് റണ്ണൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് അതായിരിക്കും ബെറ്റർ. ഇത് നമ്മൾ ബിൽഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞത് ചെറിയ ബിൽഡ് ആയതുകൊണ്ടാണ്. ചെയ്തിപ്പോൾ ശീലമായി. നമ്മൾ പെട്ടെന്ന് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കി വന്ന് അതെല്ലാം കൂടെ ടൈ ചെയ്ത് ജസ്റ്റ് ഒട്ടും ചെയ്തില്ലെങ്കിലും മൊത്തമൊന്നും ചെയ്യാൻ പറ്റൂല ഇതിൻ്റെ അകത്ത് കേബിൾ മാനേജ്മെൻറ്റ്. എന്നാലും ഒരുവിധം ചെയ്ത് വയ്ക്കാം.
പറ്റുന്ന പാർട്സ് നമുക്ക് അങ്ങ് കേബിൾ ടൈ അടിച്ച് ഒതുക്കി വയ്ക്കാം.